ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് LDC 2014 ഇടുക്കി ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ നോക്കാം. എല്ലാത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ ആണ്. ഈ കൊടുമുടിയുടെ ഉയരം എത്രയാണ്? ഇതിന് ശരിയായിട്ടുള്ള ഉത്തരമല്ല. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം 8611 മീറ്ററാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരം 8611 മീറ്ററാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ്. എവറസ്റ്റിൻ്റെ ഉയരം 8848 മീറ്ററാണ്. 8848 മീറ്ററാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ദാപ്സാങ്, ലംബ പഹാർ, ചൊഗേറി, കൊച്ചു, ക്യോഗിർ എന്നിങ്ങനെയും മൗണ്ട് K2വിന് വിളിപ്പേരുണ്ട്. ദാപ്സാങ്, ലംബ പഹാർ, ചൊഗേറി, കൊച്ചു, ക്യോഗിർ എന്നിങ്ങനെയും മൗണ്ട് K2വിന് വിളിപ്പേരുണ്ട്. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ കാരക്കോറം പർവ്വതനിരയിലാണ് മൗണ്ട് K2വിൻ്റെ സ്ഥാനം. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ കാരക്കോറം പർവ്വതനിരയിലാണ് മൗണ്ട് K2വിൻ്റെ സ്ഥാനം. ഇന്ത്യയുടെ ഔദ്യോഗിക രേഖകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് K2. പൂർണ്ണമായും ഇന്ത്യയിൽ നിൽക്കുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് കാഞ്ചൻഗംഗ. കാഞ്ചൻഗംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ നിൽക്കുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതം. ഇത് സിക്കിമിലാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്. 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്കാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ്. ഉത്തർപ്രദേശിലെ അലഹബാദിലൂടെയാണ് ഈ രേഖാംശ രേഖ കടന്നു പോകുന്നത്. ഉത്തർപ്രദേശിലെ അലഹബാദിലൂടെയാണ് ഈ രേഖാംശ രേഖ കടന്നു പോകുന്നത്. ഗ്രീനിച്ച് സമയവും ഇന്ത്യൻ സമയം തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുൻപിലാണ്. ഗ്രീനിച്ച് സമയവും ഇന്ത്യൻ സമയം തമ്മിലുള്ള വ്യത്യാസം. ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുൻപിലാണ്. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ജാർഖണ്ഡും പശ്ചിമ ബംഗാളും. ജാർഖണ്ഡും പശ്ചിമ ബംഗാളുമാണ് ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ദാമോദർ വാലി കോർപ്പറേഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ദാമോദർ വാലി കോർപ്പറേഷൻ. ദാമോദർ വാലി കോർപ്പറേഷൻ നിർമ്മിച്ചിരിക്കുന്നത് US-ലെ പ്രശസ്തമായ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിലാണ്. ദാമോദർ വാലി കോർപ്പറേഷൻ നിർമ്മിച്ചിരിക്കുന്നത് US-ലെ പ്രശസ്തമായ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിലാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ ജംഷഡ്പൂരിൽ സ്ഥാപിക്കപ്പെട്ടത് എപ്പോൾ? 1907. 1907 ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ ജംഷഡ്പൂരിൽ സ്ഥാപിക്കപ്പെട്ടത്. ജംഷഡ്ജി ടാറ്റയാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആധുനിക വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജംഷഡ്ജി ടാറ്റയാണ്. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ലഡാക്ക്. ലഡാക്കാണ് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം. ലഡാക്ക് ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലാണ് ലഡാക്ക്. ഇന്ത്യയിലെ നിശബ്ദ തീരം എന്നറിയപ്പെടുന്ന ലഡാക്കാണ്. ഇന്ത്യയിലെ നിശബ്ദ തീരം എന്നറിയപ്പെടുന്ന ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകസഭാ മണ്ഡലവും ലഡാക്കാണ്. ലിറ്റിൽ ടിബറ്റ്, ചുരങ്ങളുടെ നാട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ലഡാക്കാണ്. ലിറ്റിൽ ടിബറ്റ്, ചുരങ്ങളുടെ നാട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ലഡാക്കാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒബ്സർവേറ്ററി ലഡാക്കിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒബ്സർവേറ്ററി ലഡാക്കിലാണ്. കാശ്മീർ താഴ്വരയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരമാണ്. കാശ്മീർ താഴ്വരയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരമാണ്.
ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള കേന്ദ്രഭരണ പ്രദേശവും ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണം 36. അതിൽ തന്നെ 10 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്. ഏറ്റവും ചെറിയ ദ്വീപ് ബിത്രയുമാണ്. അറബിക്കടലിലാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 17. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലികാവകാശങ്ങളിൽ സമത്വത്തിനുള്ള അവകാശത്തിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 മൗലികാവകാശങ്ങളിൽ സമത്വത്തിനുള്ള അവകാശത്തിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അറസ്റ്റിനും തടങ്കൽ വെക്കലിനുമെതിരായ അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 22 ആർട്ടിക്കിൾ 22 അറസ്റ്റിനും തടങ്കലിൽ വെക്കുന്നതിനുമെതിരായ അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ബാലവേല നിരോധനം ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനമാണ്. പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A ആണ്. ആർട്ടിക്കിൾ 21A ആണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവകാശം. ഇന്ത്യയിലെ പ്രധാന എണ്ണ ഖനന കേന്ദ്രം മുംബൈ ഹൈ. മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ പ്രധാന എണ്ണ ഖനന കേന്ദ്രം. വ്യവസായവൽക്കരണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. കൊൽക്കത്ത ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ഇന്ത്യയുടെ സയൻസ് നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. നിലക്കടല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജുനഗഡിലാണ്. ഗുജറാത്തിലെ ജുനഗഡിലാണ് നിലക്കടല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനവും കടൽ തീരം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനവും കടൽ തീരം ഏറ്റവും കുറവുള്ള സംസ്ഥാനവും ഗോവയാണ്. 1-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ പ്രധാന മേഖലകൾ കൃഷി, ജലസേചനം. കൃഷിയും ജലസേചനവുമായിരുന്നു 1-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ പ്രധാന മേഖലകൾ. 1951 ഏപ്രിൽ 1-നാണ് 1-ാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത്. 1951 ഏപ്രിൽ 1-ന്. 1951 മുതൽ 56 വരെയായിരുന്നു 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി. ഹറോൾഡ് ഡോമർ വളർച്ചാ മാതൃകയാണ് 1-ാം പഞ്ചവത്സര പദ്ധതിക്ക് ആധാരമാക്കിയത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമും തുടങ്ങിയത് 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമും തുടങ്ങിയത് 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വ്യാവസായിക പദ്ധതി മെഹൽനോബിസ് പദ്ധതി എന്നിങ്ങനെ അറിയപ്പെടുന്ന 2-ാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യാവസായിക പുരോഗതി മെഹൽനോബിസ് പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്നത് 2-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യമായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യമായിരുന്നു. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ചത് 5-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക്. 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് രൂപീകൃതമായത്. 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് രൂപീകൃതമായത്. ഇതും ഏപ്രിൽ 1-നാണ്, ഇത് ഏപ്രിൽ 1-നാണ്. 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഏപ്രിൽ 1-ന്. റിസർവ് ബാങ്ക് ആരംഭിച്ചതും ഏപ്രിൽ 1-നാണ്. RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് കേന്ദ്ര ബാങ്ക് എന്നിങ്ങനെ അറിയപ്പെടുന്ന റിസർവ് ബാങ്കാണ്. ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് കേന്ദ്ര ബാങ്ക് എന്നിങ്ങനെ അറിയപ്പെടുന്ന റിസർവ് ബാങ്കാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന റിസർവ് ബാങ്കാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയും വൃക്ഷം എണ്ണപ്പനയുമാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയും വൃക്ഷം എണ്ണപ്പനയുമാണ്.
ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ്. ഗുൽസാരിലാൽ നന്ദയാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കൃതി അൺ ടു ദി ലാസ്റ്റ് എന്ന കൃതിയാണ്. അൺ ടു ദി ലാസ്റ്റ് എന്ന കൃതിയാണ് ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച കൃതി. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ഭാരത് രത്ന അവാർഡ് ഏർപ്പെടുത്തിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭാരത് രത്ന അവാർഡ് ഏർപ്പെടുത്തിയത്. സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധിജി. ഗാന്ധിജിയുടെ വാക്കുകളാണ് സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം, ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം എന്ന വാക്കുകൾ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഗാന്ധിജിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത് നെഹ്റുവിനെയാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ? 1993. 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എപ്പോഴും സുപ്രീം കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എപ്പോഴും സുപ്രീം കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം ഏതാണ്? ജീവിക്കുവാനുള്ള അവകാശം. ജീവിക്കാനുള്ള അവകാശമാണ് പൗരാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം. ജീവിക്കാനുള്ള അവകാശം വകുപ്പ് 21 ഉറപ്പു നൽകുന്നു. ജീവിക്കാനുള്ള അവകാശം വകുപ്പ് 21 ഉറപ്പു നൽകുന്നു. ഭരണഘടനയുടെ പാർട്ട് 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയുടെ പാർട്ട് 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത്. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന മൗലിക അവകാശങ്ങളാണ്. വിവരസാങ്കേതിക നിയമം പാസ്സാക്കിയത് എപ്പോൾ? 2000. 2000 വിവരസാങ്കേതിക നിയമം IT ആക്ട് പാസ്സാക്കിയത്. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്നത് 1995. 1995 ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്നത്. 2002 കേരളത്തിൽ IT ആക്ട് സ്കൂൾ പദ്ധതി ആരംഭിച്ചു. 2002 കേരളത്തിൽ IT ആക്ട് സ്കൂൾ പദ്ധതി ആരംഭിച്ചു.